പക്ഷിക്ക് അവളുടെ ഭർത്താവായ ടിങ്കുവിനെ കുറിച്ച് എപ്പോഴും ടെൻഷനാ. എന്താന്ന് വെച്ചാ ഒരു ജോലിയും ചെയ്യാതെ കൂട്ടിലിരുന്ന് ഉറങ്ങുന്നത് തന്നെയാ ജോലി. അതിന്റെ തീറ്റ പോലും അതിന്റെ ഭാര്യ വേണം കൊണ്ടുവരാൻ. ടീനു ആണ് പാവം എല്ലാ ജോലികളും ചെയ്യുന്നത്. മഴക്കാലവും വന്നു. അപ്പൊ ടീനു 2 മുട്ടയെ വെച്ചു. അത് നല്ല കഷ്ടപ്പെട്ട് 2 മുട്ടകളെ നന്നായി നോക്കി. ഒരു ദിവസം തവള, പറവയും പിന്നെ എലിയും ടീനുവിനെ കാണാനായി വരുന്നു. ടീനു ചേച്ചി, നിങ്ങൾക്ക് സുഖമാണോ? ആ, നിങ്ങൾ എല്ലാരും എങ്ങനെ ഇരിക്കണു? കൊറേ നാളായി എല്ലാരും കണ്ടിട്ട്. ഞങ്ങൾ എല്ലാരും നന്നായി ഇരിക്കണു. ശരി, ടിങ്കു എവിടെ? അവിടെ നോക്ക്, മേലെ ഏതോ മഹാരാജാവിനെ പോലെ മുട്ടയുടെ ഇരിക്കുന്നു. ടീനു, നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. വെതറും ഇപ്പോൾ നല്ലതായിട്ടുണ്ട്. നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? ആ, ഇത് നല്ല ഐഡിയ. അപ്പോ ടീനു ടിങ്കുവിനോട് പറഞ്ഞു, അതെ, നിങ്ങളും കൂടെ വരുന്നോ? അയ്യോ, ഞാൻ വന്നിട്ട് ഇപ്പൊ എന്തിനാ? എനിക്ക് അവിടെ വന്നിട്ട് വെറുതെ കറങ്ങാനൊന്നും വയ്യ. എനിക്കറിയാം നിങ്ങൾ ഇങ്ങനെ തന്നെ പറയൂന്ന്. എവിടെയെങ്കിലും പോയി എൻജോയ് ചെയ്തിട്ട് വരാന്ന് വെച്ചാല് നിങ്ങൾ ടയർഡാവും. ശരി ശരി, നിങ്ങൾ ഇവിടെ തന്നെ കൂട്ടിലിരുന്ന് നമ്മുടെ മുട്ടയെ നന്നായി നോക്കിക്കൊള്ളണം. അങ്ങനെ പറഞ്ഞിട്ട് ടീനു അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാനായി പോയി. കാട് മൊത്തം അവളുടെ ഫ്രണ്ട്സിനൊപ്പം നന്നായി ചുറ്റി. അതിനുശേഷം ടീനു അവളുടെ ഫ്രണ്ട്സിനൊപ്പം ഇരുന്ന് നന്നായി കഥ വിടുകയാണ്. ഇതൊക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. അതിനുശേഷം അവർ നദിയുടെ അടുത്ത് ചെന്നു. വാ, എല്ലാവർക്കും നദിയിൽ പോയി കളിക്കാം. അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ വെള്ളത്തിലേക്ക് ചാടി. എന്നിട്ട് എലി പറഞ്ഞു, എന്നാൽ നമുക്ക് നീന്താൻ അറിയില്ലല്ലോ, നമ്മളപ്പോൾ എങ്ങനെ എൻജോയ് ചെയ്യും? അങ്ങനെ പറഞ്ഞിട്ട് അത് ഒച്ചയിൽ ചിരിക്കാൻ തുടങ്ങി. അതിനുശേഷം വെള്ളത്തിൽ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് 3 പേർക്കും വെള്ളത്തിൽ കളിക്കണമെന്ന് ആശ കാണും. പക്ഷെ എങ്ങനെ പോകുമെന്ന് 3 പേരും ആലോചിക്കാൻ തുടങ്ങി. അപ്പൊ ടീനു അവിടെയുള്ളൊരു തെങ്ങ് കണ്ടു. ആ തെങ്ങിന്റെ താഴെ ഒരു കുരങ്ങിരുന്ന് തേങ്ങ തിന്നോണ്ടിരിക്കുകയാണ്. ആ കുരങ്ങ് ആ തേങ്ങ തിന്നിട്ട് അവിടെ നിന്ന് പോയി. അപ്പൊ അവിടെ വീണ് കിടന്നിരുന്ന തേങ്ങനെ കണ്ടപ്പോ ടീനുവിന് ഒരു നല്ലൊരു ഐഡിയ തോന്നും. കഷ്ടപ്പെട്ട് അത് ആ തേങ്ങനെ തള്ളിക്കൊണ്ട് വരുന്നു. കഷ്ടപ്പെട്ട് നദിയിലെടുത്ത് വന്നു. പറവ എവിടെന്നോ ഒരു ചെറിയ കമ്പെടുത്തോണ്ട് വന്നു. പിന്നെ എലി ഒരു ട്വൈൻ കൊണ്ടുവരും. എലിച്ചേട്ടൻ ഓടിന്റെ മേളിൽ കെട്ട വെച്ച് നിങ്ങൾ ഇത് കെട്ടിയതേ. ശരി, ചെയ്യാം ചെയ്യാം. അങ്ങനെ പറഞ്ഞിട്ട് ആ തേങ്ങ ചിരട്ടയ്ക്കുള്ളിൽ കട്ട വെച്ച് കെട്ടിവെക്കും. ആ എലി ആ കയറ് വെച്ച് അത്ര നന്നായി കെട്ടി. അത് കെട്ടിയ ഉടനെ അത് കാണാൻ ഒരു ചെറിയ ബോട്ട് പോലെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ 3 പേരും അതിനെ തള്ളിക്കൊണ്ട് വെള്ളത്തിന്റെ ഉള്ളിൽ വിട്ടു. മൂന്ന് പേരും അതിലിരുന്ന് പോകാൻ തുടങ്ങി. പിന്നെ അത് കണ്ടതും തവള ഒരുപാട് സന്തോഷപ്പെട്ടു. എല്ലാരും സന്തോഷമായിരിക്കുന്നു. വൈകുന്നേരമായതും അവർ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് തിരിച്ചു വരും. ഇതിൽ സവാരി ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു അല്ലേ? ഈ തോണി നമ്മൾ ഇനി എന്ത് ചെയ്യും? നമുക്കിത് ഇവിടെ തന്നെ ഉപേക്ഷിച്ചാലോ? ഇല്ല, എന്റെ കൂടെ വരെ ഇത് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യ്. അടുത്ത പ്രാവശ്യം കളിക്കാൻ നമുക്ക് വീണ്ടും യൂസ്ഫുൾ ആയിരിക്കും. അത് പറഞ്ഞത് കേട്ട് എല്ലാരും അത് തള്ളിക്കൊണ്ടു പോവുകയാണ്. അതിനുശേഷം കൂട്ടിനടുത്ത് ഇത് കൊണ്ടുപോയി വെച്ചു. അപ്പൊ ടീനു 2 പേരുടെ അടുത്തും പറഞ്ഞു, ഈ പ്രാവശ്യം നിങ്ങൾ എല്ലാരും കാണാൻ എനിക്ക് നല്ല സന്തോഷമായി. അടുത്ത പ്രാവശ്യം വീണ്ടും കാണാനായി പെട്ടെന്ന് വരണേ. ഞങ്ങളും നല്ല രീതിയിൽ സന്തോഷിച്ചു. ഞങ്ങൾ വേഗം തിരിച്ചു വരാം. അവര് അവിടെ നിന്ന് പോകുവാണ്. ടീനു ടിങ്കുവിനോട് പറഞ്ഞു, നോക്കൂ നീ, താഴെ ഒരു ചെറിയ ബോട്ടുണ്ട്. നമുക്ക് 2 പേർക്കും കൂടെ ചേർന്ന് അത് മേളിലെടുത്ത് വെച്ചേക്കാം. എന്താന്ന് വെച്ചാ താഴെ ഇരുന്ന് ആരെങ്കിലും എടുത്തോണ്ട് പോകും. അയ്യോ, നീ വന്നതല്ലേ ഉള്ളൂ, ക്ഷീണം കാണും. ഇത് വീണ്ടും പൊക്കിയാൽ നീ വീണ്ടും ക്ഷീണിക്കുമെന്നേ. ടിങ്കു മടി പിടിച്ചങ്ങനെ പറയും. ഞാനല്ലേ ടയർഡായി വന്നിരിക്കണേ, നിങ്ങൾ എന്തിനാ ടയർഡാവണേ?
അതെത്ര പറഞ്ഞാലും ടിങ്കു ഒട്ടും കേൾക്കത്തില്ല. എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് ഉറങ്ങാൻ പോകും. അതിനുശേഷം ടീനുവും പാവും കിടന്നുറങ്ങും. അന്ന് രാത്രി നോക്കിയാ ഭയങ്കര വേഗത്തിൽ മഴ വരുന്നു. ഉറക്കത്തിൽ നിന്ന് എണീച്ച് നോക്കുമ്പോൾ ടീനു താഴെ മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ചു നേരത്തിൽ തന്നെ കൂട്ടിൻ്റെ അടുത്തും ആ വെള്ളം വന്നേക്കും. അത് കണ്ട് മുട്ടയ്ക്ക് എന്തെങ്കിലും ആകുമോ എന്ന് പേടിച്ചേക്കും. എണീക്ക്, എത്ര മഴ വന്ന് വെള്ളം ഫുള്ള് നിറഞ്ഞു. നിങ്ങൾ എന്താ ഇങ്ങനെ ഉറങ്ങണേ? അത് അത്രയും നേരം അങ്ങനെ അലറിയിട്ട് പതുക്കെ എണീച്ചവൻ നോക്കുകയാണ്. പിന്നെ വെള്ളം അങ്ങനെ നിറഞ്ഞിരിക്കുന്ന കണ്ട് അതും ഷോക്കിലാവും. അയ്യോ, എന്താ ഇത്? ഇങ്ങനെ മഴ പെയ്യുന്നു. വെള്ളം എവിടുന്നാ ഇത്രയും വരുന്നത്? ഒന്ന് പറയുന്നേ, നമ്മളെ മുട്ടേനെ എങ്ങനെ രക്ഷിക്കും? എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടുന്നില്ല. നോക്കുന്നേ, ഞാൻ പറഞ്ഞത് അപ്പോഴേ കേട്ടായിരുന്നെങ്കിൽ ആ ബോട്ട് യൂസ് ചെയ്ത് നമുക്ക് നമ്മളെ മുട്ടയെ നമ്മളെ രക്ഷപ്പെടുത്തായിരുന്നു. എപ്പോ നോക്കിയാലും നിങ്ങൾ ഇങ്ങനെ തന്നെയാ ചെയ്യണേ. ഇപ്പൊ നമ്മുടെ കൂടും വെള്ളത്തിനുള്ളിൽ തീർച്ചയായും മുങ്ങും. ഇപ്പൊ ടിങ്കുന് ഇതൊക്കെ കണ്ട് അവൻ ചെയ്തത് തെറ്റാന്ന് മനസ്സിലാകുന്നു. പക്ഷേ ഇപ്പൊ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. നീ പറഞ്ഞത് ശരിയാ. എന്റെ ഈ മടി കാരണം നമ്മുടെ മുട്ടകൾക്ക് ആപത്ത് വന്നു. എന്നാൽ ഞാനിതിങ്ങനെ വെറുതെ വിടില്ല. ആരെങ്കിലും സഹായത്തിന് ഞാൻ ഉറപ്പായും കൂട്ടിക്കൊണ്ടു വരും. അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പറന്നു പോകുന്നു. ടീനു ഭയങ്കര പ്രയാസത്തിലാണ്. ആ മുട്ടയെ വിട്ടിട്ട് എങ്ങോട്ട് പോണെന്ന് അവന് മനസ്സിലാവുന്നില്ല. ടിങ്കു ഒരുപാട് ദൂരം പറന്നുപോയി നോക്കുന്നു. എവിടെ പോയി നോക്കിയാലും എല്ലാ കൂടും കാലിയായിരിക്കുന്നു. ആപത്തിന് അവരെ രക്ഷപ്പെടുത്താനായി എല്ലാ പറവകളും അവിടെ നിന്ന് പറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കുറെ കൂടുകൾ വെള്ളത്തിനുള്ളിൽ മുങ്ങിയിരിക്കുകയായിരുന്നു. അത് കണ്ട ഉടനെ അതിന് ഇനിയും പേടി കൂടുതലായി. ഇപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഞങ്ങളുടെ മുട്ടയെല്ലാം കൺമുമ്പിൽ തന്നെ മുങ്ങിപ്പോയല്ലോ. ഇത് കണ്ടു നിൽക്കേണ്ട അവസ്ഥ വന്നല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ കണ്ണു നിറഞ്ഞു വന്നു. അങ്ങനെ പറഞ്ഞിട്ട് അത് അതിന്റെ കൂടിന്റെ അടുത്ത് പറന്നു പോകുന്നു. മറ്റൊരു ഭാഗത്ത് അമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നു. അത് വെള്ളം മെല്ലെ മെല്ലെ കൂട്ടിനടുത്ത് വരണ കണ്ട് ഭയങ്കരമായി പേടിക്കാൻ തുടങ്ങി. ഇനിയും കുറച്ചു നേരത്തില് ആ വെള്ളം മുട്ടയുടെ വന്നേക്കും. അയ്യോ ദൈവമേ, എന്താ ചെയ്യാ? എന്റെ മുട്ട എങ്ങനെ രക്ഷിക്കട്ടെ? വെള്ളം മുട്ടയുടെ വരുമല്ലോ. ഞാൻ എന്ത് ചെയ്യട്ടെ നീ? അങ്ങനെ അത് വളരെ വിഷമത്തിലാണ്. അതേ നേരത്തിൽ വെള്ളം വീണ്ടും വരാൻ തുടങ്ങി. മുട്ടയുടെ വെള്ളം വന്നു. ഇനി കുറച്ചു നേരത്തിൽ വെള്ളത്തിനുള്ളിൽ മുട്ട മുങ്ങും. അപ്പൊ അത് നോക്കുമ്പോ ദൂരത്തില് അതിന്റെ ഭർത്താവ് ആ ചെറിയ ബോട്ടിനെ അതിന്റെ വായില് വെച്ച് തൂക്കിക്കൊണ്ടുവരുന്നു. അത് ആ മരത്തിന്റെ അടുത്ത് വന്ന് ബോട്ടിനെ താഴെ വെക്കുന്നു. പെട്ടെന്ന് ആ മുട്ടയൊക്കെ എടുത്തോണ്ട് പോ. രണ്ടുപേരും ഓരോ മുട്ടേനെ എടുത്തോണ്ട് ആ ബോട്ടിലുള്ളിൽ വെക്കുന്നു. അതിനുശേഷം രണ്ടുപേരും ഓരോ എടുത്തിരിക്കുന്നു. ആ വെള്ളത്തിന്റെ ഒഴുക്കിൽ ആ ബോട്ട് മൂവ് ആവാൻ തുടങ്ങി. ആ ബോട്ട് നീങ്ങാൻ തുടങ്ങിയതും രണ്ടുപേരും സന്തോഷമായി പോകുന്നു. ടീനു ആ മുട്ടേനെ രക്ഷിച്ചുകൊണ്ട് വളരെ സന്തോഷപ്പെടുന്നു. അതിനുശേഷം നന്ദിയും പറയുന്നു. എല്ലാ വശത്തും അന്വേഷിച്ചു, ആരും എന്നെ സഹായിക്കാൻ വന്നതേയില്ല. അപ്പോൾ ഞാൻ ചെയ്ത തെറ്റും എനിക്ക് മനസ്സിലായി. അതുപോലെ നമ്മുടെ കൂട് രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇതുവഴി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ തോണി അതുവഴി പൊയ്ക്കൊണ്ടേയിരുന്നു. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി ഇതിന്റെ പിന്നാലെ പോയി. എന്റെ കൊക്ക് കൊണ്ട് ഇത് എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട ഞാൻ ഇതുവരെ എടുത്തുകൊണ്ട് വന്നത്. എനിക്ക് നല്ല സന്തോഷമുണ്ട്. നീ നമ്മളെ മുട്ടയെ രക്ഷിച്ചു. നീ കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ പഠിച്ചു. ഇങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് പോയിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് മഴയും നിന്നു. അതിനുശേഷം ബോട്ടും ഒരു പാറയുടെ അടുത്ത് ചെന്ന് നിന്നു. അടുത്ത ദിവസം മുട്ട ഒടിഞ്ഞ് കുട്ടികൾ പുറത്തു വന്നു. അത് കണ്ടതും രണ്ടുപേരും വളരെ സന്തോഷിച്ചു. അവര് കുറച്ചു കാലം ആ പാറ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം മഴ നിന്ന് വെള്ളം മൊത്തം വറ്റിപ്പോയി. കുട്ടികൾ രണ്ടുപേരും പറക്കാൻ പഠിച്ചതും അവരുടെ പഴയ കാട്ടിലേക്ക് അവര് തിരിച്ചു പോയി. അവിടെ എല്ലാ ജന്തുക്കളും പറവകളും തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പൊ അവരെല്ലാരും ചേർന്ന് വളരെ സന്തോഷത്തോടെ വീണ്ടും ആ കാട്ടിൽ താമസിക്കാൻ തുടങ്ങി.